Hello friends. ഇന്ന് നമുക്ക് കസ്റ്റാർഡ് പൗഡർ കൊണ്ട് എങ്ങനെയാണ് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഡബിൾ ഹോഴ്സിൻ്റെ കസ്റ്റാർഡ് പൗഡർ ആണ് എടുത്തിരിക്കുന്നത്. അതേപോലെ 1/2 ലിറ്റർ പാലും 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു ബൗളിലേക്ക് ഇടാം. 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ചൊരു 1/4 കപ്പ് പാലൊഴിച്ച് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. കട്ട കുത്താതെ നന്നായിട്ട് മിക്സാക്കി വെക്കണം. കസ്റ്റർഡ് പൗഡർ നമ്മൾ പാലിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാല് തിളപ്പിച്ചെടുക്കണം. തിളച്ച് കഴിയുമ്പോൾ ഈ കസ്റ്റർഡ് പൗഡർ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമുക്ക് പാല് തിളപ്പിക്കാൻ വെക്കാം. ഇനി നമുക്ക് പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് ഞാനിപ്പോൾ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1/2 ലിറ്റർ പാലിന് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വയ്ക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ കസ്റ്റർഡ് ചേർക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് ഈ ചെറിയ തീ കിടന്നിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കസ്റ്റർഡ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം. ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ ആയതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഇതിൽ ഞാനിപ്പോൾ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്താം. എത്ര വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലിന് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിത് തണുപ്പിച്ചെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം തണുപ്പിക്കാൻ വേണ്ടി. അതല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു പാട പോലെ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നന്നായിട്ട് കവർ ചെയ്തിട്ട് നമുക്കിത് തണുപ്പിച്ചെടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിൽ അതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വയ്ക്കുക. അത് മറക്കരുത്. നമുക്ക് തണുപ്പിച്ചെടുക്കാം. ഇത് ഇപ്പോൾ നമ്മുടെ കസ്റ്റർഡ് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ആപ്പിളും മാതളനാരങ്ങ, പഴം, മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. രണ്ട് 3 മുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരി നമുക്ക് അരിഞ്ഞിട്ടോ അല്ലാതെയും ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യാം. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ല കട്ടിയിലാണ് നമുക്ക് കസ്റ്റർഡ് കിട്ടിയിരിക്കണേ. ഇത് ഇരിക്കും തോറും കസ്റ്റർഡ് കട്ടയാവും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കസ്റ്റർഡ് ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.